Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ 2 ആഴ്ച മുമ്പ് ഡിസ്റ്റൻസ് ആയി പഠിക്കാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്താണെന്നുള്ള കുട്ടികളുടെ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ കേരളത്തിലെ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇഗ്നോനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്കറിയാം, ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് കേരളത്തിലെ തന്നെ യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഞാൻ മെയിനായിട്ട് സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി പഠിച്ച കുട്ടികൾക്ക് കാലിക്കറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. ബട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേഷനും ഇതുവരെയായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. സോ ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരളത്തിലുള്ള മറ്റ് ഡിസ്റ്റൻസ് ഒക്കെ ക്ലോസ് ചെയ്ത് ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിലായിരിക്കും ഡിസ്റ്റൻസ് ഉണ്ടാകുക. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് പറഞ്ഞത്. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടും കാലിക്കറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ബട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റൻസ് ഒക്കെ അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ചോദ്യങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മളപ്പോൾ കാലിക്കറ്റിനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ കാലിക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു അപ്ഡേഷനും വന്നിട്ടില്ല. ബട്ട് 15-ാം തീയതി അഡ്മിഷൻ ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അവരുടെ അഡ്മിഷൻ ഡേറ്റ് 20-ാം തീയതിക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് 21-ാം തീയതിയായി അഡ്മിഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെക്കൻഡ് ചാനലിൽ, ഇപ്പോൾ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ചാനൽ നമ്മൾ KCS ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ചാനൽ അതിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ബട്ട് കുട്ടികൾ നമ്മുടെ മെയിൻ ചാനൽ എന്ന് പറയുന്നത് ഏതാ? KC's ക്ലാസ്സസ് ആണ്. അപ്പോൾ ഈ ചാനലിൽ ഇട്ടാലാണ് കൂടുതൽ ആൾക്കാരിലോട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റഡ് ആവുള്ളൂ എന്ന് കുട്ടികളുടെ ഭാഗത്ത് തന്നെ വന്നുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പോൾ കാലിക്കറ്റിൽ ഡിസ്റ്റൻസ് ഇല്ലെങ്കിൽ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളും KC's ക്ലാസ്സസ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മെയിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന MCOM, BCOM, BBA കോഴ്സസിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. 4 ഇയർ UG, 3 ഇയർ UG, ദെൻ MCOM 2 ഇയേഴ്സിൻ്റെ ഒക്കെ UGC അപ്രൂവ്ഡ് കോഴ്സസ് ആണ്. എല്ലാതും ആരംഭിച്ചിട്ടുണ്ട്. സോ ഈ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ഥാപനം ഈ 3 കോഴ്സിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കോച്ചിങ് കാര്യങ്ങൾ, നമ്മൾ ക്ലാസ്സസ് നെക്സ്റ്റ് മന്ത് തന്നെ ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് മന്ത് തന്നെ നമ്മൾ ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ്. ദെൻ ഇവിടെ നമുക്ക് കാലിക്കറ്റിലത്തെ പോലെയല്ല അഡ്മിഷൻ്റെ കാലിക്കറ്റിലത്തെ പോലെയല്ല മെയിനായിട്ട് വരുന്നത് അസൈൻമെൻറ്റ് കൂടിയുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സജഷൻസും അതിൻ്റെ കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടുകളും പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കാം. എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നലെ മുതൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. 20th അഡ്മിഷൻ ആരംഭിച്ചു. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽസ്, ന്യൂ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 20th അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും. 20th ജൂൺ മുതൽ ഉള്ളതാണ്. മെയിനായിട്ടുള്ള കോഴ്സസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് BA പ്രോഗ്രാമുകൾ 3 ഇയർ ഉണ്ട്, 4 ഇയർ ഉണ്ട്, BCOM ഉണ്ട്, BBA ഉണ്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് ചാനലിൽ. എന്തായാലും ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ഓരോ കോഴ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓൺലൈനായിട്ട് മാത്രമേ ഫീസ് പേ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് അംഗീകാരം കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം, 4 ഇയർ പ്രോഗ്രാമിന്. അപ്പോൾ MCOM, BCOM, BBA ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. MA എക്കണോമിക്സ്, മലയാളം, BA എക്കണോമിക്സ്, ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ സെൻറ്റർ, ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഈ പറയുന്ന ഫോൺ നമ്പർ, കോണ്ടാക്ട് ഡീറ്റെയിൽസൊക്കെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ തൃശ്ശൂർ വരുന്നത്
ഗവൺമെൻറ് കോളേജ് കുട്ടനല്ലൂരാണ്. അങ്ങനെ ഇതുവരെ സെൻറ്ററുകളില്ലാത്ത ഡിസ്ട്രിക്റ്റിലൊക്കെ സെൻറ്ററുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അതൊക്കെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. ഇത് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. സെൻറ്റേഴ്സിൽ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. കൊല്ലം, പാലക്കാട്, അതുപോലെ തന്നെ പട്ടാമ്പി എവിടെയൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഇത് ഗവൺമെൻറ് കോളേജ് തൃശ്ശൂരാണ്, തൃശ്ശൂരിലത്തെ വരുന്നത്. അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ സെൻറ്റേഴ്സ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് മെജോറിറ്റി കാണാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ ഡൗട്ടുകൾ കാര്യങ്ങളും ചോദിക്കാം, നമ്മളുടെ അടുത്തും ചോദിക്കാം. ഓക്കെ. പിന്നെ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു 3 കോഴ്സസിനാണ് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എംകോമിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിനേക്കാൾ മുമ്പൊക്കെ ഉള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നു 5 പേപ്പറാണ്. അവിടെ റിസർച്ച് മെത്തഡോളജി, ബിസിനസ് എത്തിക്സ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് അനലറ്റിക്സ്, ദെൻ പ്രാക്ടിക്കൽ ടാക്സേഷൻ. സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ ശരിക്കും കാലിക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാലിക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ്, ഞാൻ എപ്പോഴും പറയാറ്. അത് അവർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിലോട്ട് പോവാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എംകോം ചെയ്യണമെങ്കിൽ ഇനി ഏത് ഡിഗ്രി പഠിച്ച കുട്ടിക്കും എംകോം ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പേപ്പറിൻ്റെ ടഫ്നെസ് കുറച്ചുകൂടി കുറവാണെന്നാണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ബിസിനസ്, ഗ്ലോബൽ ബിസിനസ്, QT, ബിസിനസ് പോളിസി, പിന്നെ തേർഡ് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, ടാക്സേഷൻ, ടാക്സ് പ്ലാനിങ്, ടാക്സ് സ്പെഷ്യലൈസേഷൻ ഫിനാൻസ് എടുക്കുന്ന ആൾക്കാർക്ക് അതെടുക്കാം, മാർക്കറ്റിംഗ് എടുക്കുന്ന ആൾക്കാർക്ക് അതെടുക്കാം. ഇതൊക്കെയാണ് പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ ബികോമിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട് 6 സെമസ്റ്ററുകളിലത്തെ. ഓക്കെ. അതുപോലെ തന്നെ BBA ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അഡ്മിഷൻ ഈ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ ആണ്. ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഓരോന്നിൻ്റെ കാര്യങ്ങൾ സെപ്പറേറ്റ് പറയുന്നില്ലേ. ഞാൻ ഇനി എംകോമിൻ്റെ സബ്ജക്റ്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ സിലബസ് ഡീറ്റെയിൽസ്, അതിൻ്റെ ഫീസ് സ്ട്രക്ചർ, അതുപോലെ തന്നെ BCom BBA ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. സെൻറ്റേഴ്സ് നിങ്ങളുടെ ഓരോ ഡിസ്ട്രിക്റ്റിലും അവൈലബിൾ ആണ്. നമ്മുടെ സ്ഥാപനം എൻറ്റയർ സപ്പോർട്ട് ഇതിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓൺലൈൻ കോച്ചിങ്, റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റ് സപ്പോർട്ട് ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് KCS കെയറുമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനം KCS കെയറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. ദെൻ ഞാൻ ഒരു സജഷൻ കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റിൻ്റെ വരുന്നുണ്ടെങ്കിൽ ഈ മാസം അവസാനത്തിൻ്റെ ഉള്ളിൽ വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. കേരള പൂട്ടി, ഡിസ്റ്റൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനി കാലിക്കറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലിക്കറ്റിലോട്ട് പോകാം. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഈ മാസം വെയിറ്റ് ചെയ്ത് കാലിക്കറ്റിൽ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാലും മതി. കാരണം കുറച്ചും കൂടി ഡെപ്ത് സിലബസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് കാലിക്കറ്റാണ്, നെറ്റ് കോച്ചിങ്ങിനും ഒക്കെ. ഓക്കെ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ. ശരിക്കും നമ്മൾ ഇത് സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ അപ്ഡേഷൻ നമ്മൾ സെക്കൻഡ് ചാനലിൽ ഇടുമ്പോൾ എല്ലാവരിലോട്ട് എത്താൻ ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും. മെയിൻ ചാനലിൽ ഇടാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിലിട്ടത് കേട്ടോ. ഓക്കെ. സോ എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.